Hello, welcome to Your Beautiful. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫൗണ്ടേഷൻ സ്റ്റിക്ക് ആണ്. ഇത് കളർ സെൻസ് എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ്. ഇതിനെ പറ്റി റിവ്യൂ ഇടാൻ എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പ്രോഡക്റ്റ് എന്റെയിലും ഉണ്ട്. നിങ്ങൾ എന്റെ വീഡിയോസിലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. സോ ഞാനത് കൺസീലർ ആയിട്ടാണ് കൂടുതലും ഉപയോഗിക്കാറ്. സോ അതിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് റിവ്യൂ ചെയ്യുന്നത്. ഇത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സോ ഈ റിവ്യൂക്ക് കിടക്കണക്കാൻ മുന്നേ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. എന്റെ പേര് റിൻസി. നിങ്ങൾ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിനൊന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും. അതിനും ഒരു പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഫ്യൂച്ചറിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് കളർ സെൻസിന്റെ ഈ ഫൗണ്ടേഷൻ സ്റ്റിക്ക് ആണ്. ഇത് ശരിക്കും എന്റെ ഷെയ്ഡ് വന്നിട്ട് FS5 ബേജ് ആണ്. സോ ഇതാണ് പാക്കേജിങ്. നല്ല ഒരു ചബ്ബി ലിപ്സ്റ്റിക്കിന്റെ പോലെയാണ് ഇതിന്റെ പാക്കേജിങ്. നല്ലതാണ് കേട്ടോ. സോ ദിസ് ഈസ് ഹൗ തനി ലിപ്സ്റ്റിക് ഇല്ലേ അതേപോലെയാണിത്. സെക്കൻഡ് ടൈം വാങ്ങിച്ചതാണ്. ഫസ്റ്റ് ടൈം വാങ്ങിച്ചപ്പോൾ ഈ സെയിം ഷെയ്ഡാണ് വാങ്ങിച്ചത്. ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിച്ചത് നമ്മുടെ കൊച്ചിൻ ലുലു മോളിലാണ് ഞാൻ വാങ്ങിച്ചത്. സോ അവിടെ ഞാൻ ട്രൈ ചെയ്തിട്ടാണ് വാങ്ങിച്ചത്. അതിന്റെ ഒപ്പം തന്നെ ഒരു കോമ്പാക്ട് പൗഡർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് രണ്ടും നല്ല പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഞാനിത് സെക്കൻഡ് ടൈം ഓർഡർ ചെയ്തത് നൈക്കയിൽ നൈക്കയിൽ അപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. സോ ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് വന്നിട്ട് 185. ഇപ്പൊ കൂട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് എന്തായാലും ഒരു 200ന്റെ ബിലോ തന്നെ ഉണ്ടാവും. നല്ലൊരു ഡീസന്റ് ഫൗണ്ടേഷൻ സ്റ്റിക്ക് ആണ്. അപ്പൊ ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ എന്താ പറയാ നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇച്ചിരി ലൂസ് ആണ്, പക്ഷെ ഇതുവരെ ഓപ്പൺ ചെയ്ത് ബാഗിൽ കിടന്നിട്ടില്ല. ആൻഡ് എന്റെ ഷെയ്ഡ് ഞാൻ പറഞ്ഞില്ലേ FS ബേജ്. പിന്നെ ഇതില് കളർ സെൻസ് ബ്രാൻഡിന്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് കാണാനുണ്ട്. അത് പോയതാണ്. 12.5 gram ഓഫ് പ്രോഡക്റ്റ് ആണ്. MRP is 185 ആൻഡ് പാൻ സ്റ്റിക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഷെയ്ഡ് കാണിച്ചില്ലേ. സോ ഇനി ഇതിന്റെ ഈ പ്രോഡക്റ്റിന്റെ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. സോ ഞാൻ ഇത് നാട്ടില് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഫസ്റ്റ് ടൈം. അപ്പൊ ഫസ്റ്റ് ടൈം വാങ്ങിച്ച ഒരു നാട്ടിലെ എന്റെ കസിന്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. സോ എന്റെ ഹസ്ബൻഡിന്റെ കസിന്റെ കല്യാണത്തിനാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ അന്നൊക്കെ ഞാൻ മേക്കപ്പിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലണ ഒരു സമയമായിരുന്നു. ഐ വാണ്ടഡ് എ ഡീസെന്റ് ഫൗണ്ടേഷൻ ആൻഡ് ഐ ആക്ച്വലി വാണ്ടഡ് എ കൺസീലർ. എനിക്കൊരു കൺസീലർ ആയിരുന്നു ആവശ്യം. എനിക്ക് കൺസീലർ ഉണ്ടായിരുന്നില്ല. അപ്പൊ വേണമെങ്കിൽ ഇതായിരുന്നു എന്റെ ഫസ്റ്റ് കൺസീലർ പറയാം. സോ ഞാൻ കൺസീലർ ആയിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കൺസീലർ ആയിട്ട് യൂസ് ചെയ്യാനാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ അത് ലുലു മോളിൽ പോയിട്ട് ട്രൈ ചെയ്ത് എന്റെ ഷെയ്ഡിനുള്ളത് സെലക്ട് ചെയ്തിട്ട് വീട്ടിൽ വന്നു. എനിക്ക് ഇതിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം. ചിലവർക്ക് സ്മെല്ല് ഇതിന്റെ തീരെ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ക്ലവ് ഓയിൽ ഉണ്ട്, നമ്മുടെ കരിയാമ്പൂല്ലേ അതിന്റെ ഓയിൽ ഉണ്ട്. അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. ആൻഡ് ഇതിന് SPF ഇല്ല. 100% വെജിറ്റേറിയൻ പ്രോഡക്റ്റും ആണ്. ആൻഡ് ഐ ലവ് ദ സ്മെൽ. എന്താന്നറിയില്ല, എനിക്ക് ഇതിന്റെ മണം നല്ല ഇഷ്ടമാണ്. ഈ സെയിം മണം ഇതിന്റെ കോമ്പാക്ട് പൗഡറിനുണ്ട്. സോ കോമ്പാക്ട് പൗഡർ ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞു. ഞാൻ പിന്നെ രണ്ടാമത് വാങ്ങിച്ചിട്ടില്ല, കാരണം ഞാൻ ഓൾറെഡി ഒരു കോമ്പാക്ട് വാങ്ങിച്ച കാരണം ഇത് വാങ്ങിച്ചില്ല. ആൻഡ് ഐ ലവ് ദിസ് കോമ്പാക്ട് പൗഡർ. ഇതിലൊരു തരി പോലും ഇല്ല. ഇത് എന്റെ മക്കള് പൊട്ടിച്ചു, ഇതിങ്ങനെ പീസായി. സോ ഞാനിത് ഇപ്പോഴും വെച്ചിട്ടുള്ളത് എന്റെ കയ്യിൽ ഈസ് ബിക്കോസ് ഓഫ് ദ മിറർ. ഈ മിറർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വെച്ചേക്കണേ. ഈ ഫൗണ്ടേഷൻ സ്റ്റിക്ക് കുറച്ച് തിക്കാണ്. അതായത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് നേരം എടുക്കും. ഭയങ്കര തിക്കായ കാരണം കുറച്ച് സമയം വേണം ഇതിട്ട് ഫേസിൽ ഇട്ടിട്ട് ഫുള്ളായി ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. നമ്മൾ എന്തായാലും ഫേസ് മോയ്സ്ചറൈസ് ചെയ്യണം. എന്തായാലും നമ്മൾ ഓയിലി സ്കിൻ ആയാലും മോയ്സ്ചറൈസ് ചെയ്യുമല്ലോ. സോ മോയ്സ്ചറൈസർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്. കാരണം ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ക്രീമിയേ അല്ല, ഭയങ്കര തിക്കാണ്. ബട്ട് പിഗ്മെന്റേഷൻ ഇസ് ഓസം. ഒരു കൺസീലർ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ലൈക്ക് ഫുൾ ഫേസിലാണെങ്കിൽ ഇച്ചിരി കേക്ക് ആയിട്ട് തോന്നും. എനിക്ക് അങ്ങനെ തോന്നിയേക്കണം. ഞാനിത് ഫുൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു തിക്ക് ലെയർ നമ്മുടെ ഫേസിലുള്ള പോലെ എനിക്ക് തോന്നിയേ. കൺസീലർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. ആൻഡ് ഇതിന്റെ ലാസ്റ്റിംഗ് പവർ എന്ന് വെച്ചാൽ ഞാൻ നാട്ടിലാണ് ആദ്യം ഇത് ട്രൈ ചെയ്തത്. സോ ആ വെയിലത്ത് അത്ര നേരമൊന്നും ഉണ്ടായിട്ടില്ല. സമ്മർ ടൈമിൽ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ വേഗം ഒലിച്ചു പോവും എന്ന് വെച്ചാൽ നല്ലൊരു ഡീസെന്റ് പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. ബട്ട് ഞാനാണെങ്കിൽ ഒരുപാട് സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ അന്നൊന്നും ഞാൻ പ്രൈമർ യൂസ് ചെയ്തിട്ടില്ല. ഞാനിത് പ്രൈമർ യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല.
സോ ഇത് വേഗം അങ്ങനെ 3 hours വരെ നിൽക്കണ്ടായിരുന്നില്ല. ലൈക്ക് വേഗം ഫുള്ളായിട്ട് ഒഴിച്ചു പോവല്ല, എന്നാലും ഭയങ്കരമായിട്ട് സ്വെറ്റി ആയിട്ട് ഇരിക്കണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പിന്നെ സാധാരണ സ്വെറ്റി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ മാച്ച് കഴിയുമ്പോൾ തന്നെ എല്ലാ പ്രോഡക്റ്റും പോവും. സോ നിങ്ങൾ അങ്ങനെ വേർത്ത് ഒഴിക്കുന്ന ടൈപ്പ് ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ യു ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒപ്പിയാൽ മതി, ഓർ നിങ്ങളുടെ ഒരു ഹാൻഡ് കർച്ചീഫ് എടുത്തിട്ട് വെറുതെ ഒപ്പിയാൽ മതി. അതാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് നേരം കൂടി നിൽക്കും. സോ ഞാനിന്ന് ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല. ഐ ഹാവ് മൈ ഞാൻ ടോണർ യൂസ് ചെയ്തു. ഇപ്പൊ ഭയങ്കര ചൂടായ കാരണം എനിക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനേ തോന്നണില്ല. സോ ഐ ഹാവ് യൂസ്ഡ് എ ടോണർ. ഞാൻ യൂസ് ചെയ്തത് പ്ലം ടോണർ. ഇറ്റ്സ് ഓൾറെഡി മോയ്സ്ചറൈസിംഗ് അല്ലേ. ആൻഡ് ഐ ഹാവ് യൂസ്ഡ് എ സൺസ്ക്രീൻ. ഇത് രണ്ടുമാണ് എന്റെ പ്രോഡക്റ്റിൽ എന്റെ ഫേസിൽ ഇപ്പൊ ഉള്ളത്. ഞാൻ ഫുൾ ഫേസ് അപ്ലൈ ചെയ്യുന്നില്ല, ബട്ട് ഒരു കൺസീലർ ആയിട്ട് ഇത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ഇത് ബ്രഷ് ചെയ്ത് അപ്ലൈ ചെയ്യാനേ പറ്റില്ല, നമുക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് വൈ നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിക്കും. ഏറ്റവും ബെസ്റ്റ് ഫിംഗർ ടിപ്സ് ആണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പോഞ്ച് യൂസ് ചെയ്യാം. സോ ഇതാണ് ഇതിന്റെ. പിന്നെ ഞാനിത് യൂസ് ചെയ്യാറ് ഈ ഭാഗത്തായിട്ടാണ്. ഇത് നല്ല പിഗ്മെന്റഡ് ആണ്, എന്നാലും എന്താ പറയാ ഒരു ഫുൾ കവറേജ് തരില്ല കേട്ടോ. ലൈക്ക് നിങ്ങൾക്ക് നല്ല ഡാർക്ക് മാർക്സ് ഉണ്ടെങ്കിൽ, ഒരുപാട് കറുത്ത് കിടക്കുന്ന പിമ്പിൾ മാർക്സ് ഉണ്ടെങ്കിൽ അത് ഫുൾ കവറേജ് തരുന്നില്ല. എന്നാലും ഒരു മീഡിയം കവറേജ് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ഞാൻ നിങ്ങൾക്കിത് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഫൗണ്ടേഷന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ വല്ല ഹൈലൈറ്റർ ലൈക്ക് ഇവിടെ മാത്രം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓർ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ കോൺടോറിങ്. ഇതിന്റെ നിങ്ങളുടെ സ്കിന്നിന്റെ ഒരു ഡാർക്കർ ഷെയ്ഡ് വാങ്ങിച്ചിട്ട് കോൺടോറിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇത് ഫുൾ ഫേസിന് ഇച്ചിരി ഹെവി ആണ്. ലൈക്ക് കാര്യം പ്രോഡക്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സോ നമ്മൾ അതിനെ പറ്റി കുറ്റം പറയാൻ പാടില്ല. എന്നാലും ഞാൻ ഇതിന്റെ ഫ്ലോസ് പറയണം. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഓരോ പ്രയോറിറ്റീസ് ഉണ്ടാവും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ. ചിലവർക്ക് ഷെയ്ഡ് ആവും പ്രയോറിറ്റി, ചിലവർക്ക് കവറേജ് ആവും ആവശ്യം, ചിലവർക്ക് അതിന്റെ ഒരു ലാസ്റ്റിംഗ് പവർ ആവും ആവശ്യം. സോ എല്ലാ പോയിന്റും പറഞ്ഞാലാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ ലാസ്റ്റിംഗ് പവർ ഞാൻ പറഞ്ഞു, അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല. ലൈക്ക് നാട്ടിലത്തെ ക്ലൈമറ്റിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിന്റെ സ്റ്റേയിങ് പവർ കുറച്ചേ ഉള്ളൂ. ആൻഡ് കുറച്ചേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇട്ടുടനെ ഒലിച്ചു പോകുന്നില്ല. ലൈക്ക് നിങ്ങളൊരു നല്ല പ്രൈമർ യൂസ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഷുഡ് വർക്ക് ഡീസെന്റ്. ദിസ് ഷുഡ് വർക്ക്. ബട്ട് ആൻഡ് ഫുൾ കവറേജ് മേക്കപ്പ് ആണ് നോക്കണമെന്ന് വെച്ചെങ്കിൽ ഇതിന്റെ ഫുൾ കവറേജ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു മീഡിയം കവറേജ്. ലൈക്ക് ഇത് വേണമെങ്കിൽ നമ്മൾക്ക് ലെയർ അപ്പ് ചെയ്യാം. പക്ഷെ ഇത് ഓൾറെഡി തിക്ക് കൺസിസ്റ്റൻസി ആയ കാരണം ലെയർ അപ്പ് ചെയ്യാൻ നിന്ന സത്യം പറഞ്ഞാൽ ഒരു കട്ടിയുള്ള ഒരു എക്സ്ട്രാ ലെയർ ആണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. പിന്നെ അത് ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് തോന്നും, ഭയങ്കര കേക്കി ആവും പിന്നെ. സോ ഇതിൽ ലെയറിംഗ് അപ്പ് ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ലൈക്ക് ലെയറിംഗ് അപ്പ് ചെയ്താൽ ഭയങ്കരമായിട്ട് കേക്ക് ആയിട്ട് തോന്നും. സോ ഇറ്റ്സ് ബെറ്റർ യു ഡോണ്ട് ലെയർ അപ്പ്. ബട്ട് എൻ്റെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസിന് ഐ ലൈക്ക് ദ വേ ഇറ്റ് വർക്ക്സ്. ആൻഡ് പിന്നെ ഞാൻ പറഞ്ഞോണം, ഇത് ഫിംഗറിൽ ബ്ലെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചില സമയത്ത് ഞാൻ ഇത് വീഡിയോസിൽ യൂസ് ചെയ്തത് ഇസ് ഓൺലി ടു എന്താ പറയാൻ ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെ വരയ്ക്കും, പിന്നെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യും, പിന്നെ കണ്ണിന്റെ അടിയിൽ, പിന്നെ ഇവിടെ. സോ ഐ ഓൺലി യൂസ് ഇറ്റ് ഫോർ ഹൈലൈറ്റിംഗ്. കാരണം ഫുൾ ഫേസ് ഞാൻ പറഞ്ഞില്ല ലെയർ അപ്പ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ ഞാൻ ഇവിടെ മാത്രം അപ്ലൈ ചെയ്യും. പിന്നെ ഇവിടെ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു കോൺടോറിംഗ് പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും, കോൺടോറിംഗ് ഓർ ഹൈലൈറ്റിംഗ്. സോ ഹൈലൈറ്റിംഗിനാണെങ്കിൽ ഒരു ലൈറ്റർ ഷെയ്ഡ് വാങ്ങിക്കണം, ആൻഡ് കോൺടോറിംഗിനാണെങ്കിൽ ഒരു ഡാർക്കർ ഷെയ്ഡ് വാങ്ങിക്കണം. സോ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഒരു ഡീസന്റ് പ്രോഡക്റ്റ്, ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഈ പ്രോഡക്റ്റ് നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോണം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, കവറേജ് ആയാലും ലാസ്റ്റിംഗ് പവർ ആയാലും എല്ലാത്തിനും എനിക്ക് ഫുൾ മാർക്ക് ഇതിന് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ്. ഫുൾ കവറേജ് കിട്ടില്ല. ലെയർ അപ്പ് ചെയ്ത കവറേജ് കിട്ടും, പക്ഷെ ലെയർ അപ്പ് ചെയ്ത അതിനൊരു മൈനസ് ഉണ്ട്, ഭയങ്കര കേക്ക് ആയിട്ട് തോന്നും. ലാസ്റ്റിംഗ് പവറും അത്രയ്ക്ക് ലാസ്റ്റിംഗ് പവറൊന്നുമില്ല. പ്രൈമർ യൂസ് ചെയ്താൽ കുറച്ചും കൂടി നേരം ലാസ്റ്റ് ചെയ്യും. ലൈക്ക് ഒരു 3 hours ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് പ്രൈമർ യൂസ് ചെയ്താൽ മേ ബി അതിലും കൂടുതൽ ലാസ്റ്റ് ചെയ്യും. ഇവിടൊക്കെ ഇങ്ങനെ ബ്രോ ബോൺസ് ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ അങ്ങനെയായിരുന്നു ഇത് കൂടുതലും ഞാൻ യൂസ് ചെയ്യാറ്. സോ ഇവിടൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ, ലൈക്ക് നമ്മൾ അധികം മേക്കപ്പ് ഇടാൻ ആഗ്രഹം ഇല്ലാത്ത ദിവസങ്ങളിൽ ജസ്റ്റ് ടു ഹൈലൈറ്റ് യുവർ ബ്രോ ബോൺസ് അങ്ങനത്തേനൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഐ തിങ്ക് ഐ ഹവ് കവേർഡ് ഓൾ ദി
പോയിന്റ്സ് അബൌട്ട് ദ ഫൗണ്ടേഷൻ. ഇത്ര എനിക്ക് ഇന്ന് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് സെലക്ട് ചെയ്ത കമന്റ് കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.